നമ്മളെ നാട്ടിൽ തന്നെ ഒരു പുതിയ ഹോട്ടൽ കണ്ടപ്പോ എന്താ കഴിക്കാനുള്ള ചോദിച്ചപ്പോ മോനെ കുറച്ച് പൂളക്കറി ബാക്കിയുണ്ട് പറഞ്ഞു. അപ്പൊ അതന്നെ എടുത്തോളി എന്ന് പറഞ്ഞു. നമുക്ക് അതല്ലേ വേണ്ടത്. പിന്നെ ഇതിനെന്തെങ്കിലും കൂട്ടാൻ എന്തെങ്കിലും ഒക്കെ വേണ്ടേ? അപ്പൊ കറിയൊക്കെ എന്താ ഉണ്ടോ ചോദിച്ചപ്പോ കുറച്ച് മത്തിക്കറിയും കൂടി ഉണ്ട് കറിച്ചു. അപ്പൊ ഞാൻ ലേശം നേരം വൈകിട്ട് എത്തണം, അതുകൊണ്ടാണ് നമ്മള് നാട്ടിൽ തന്നെയാണ്. അറിയാം ലേശം നേരം വൈകിട്ട് 2 മാസമൊക്കെ അല്ലേ തുറന്നുള്ളൂ. അപ്പൊ മൂപ്പര് പറഞ്ഞ മത്തിക്കറി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനല്ലേ മത്തിക്കറി. ആ വരുന്ന സാധനം കണ്ടാൽ തന്നെ എങ്ങനെയുണ്ട്. എല്ലാം ചെയ്താ ചോദിക്കാൻ ഉണ്ടല്ലേ? കഞ്ഞി ഉണ്ടാവില്ലേ? അപ്പോഴാണ് പപ്പടം ഉണ്ട് കഞ്ഞി ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. അവരൊരു പപ്പടം കൂടി എടുത്തോളി, പപ്പടം വാങ്ങി. കഞ്ഞി നമുക്ക് വേറെ രസം ഒന്ന് കുടിക്കട്ടെ, എല്ലാം കൂടി നമുക്ക് ആവില്ലല്ലോ, നമുക്ക് വേറെ വീഡിയോ ഒക്കെ ചെയ്യാലോ. അപ്പൊ അതാണ് സാധനം ഇന്ന് കഴിക്കാൻ വന്നത്. വളരെ 30-35 രൂപയൊക്കെ സാധനങ്ങളാണ്. കാണുമ്പോ തന്നെ നോക്കിയാട്ടെ, നാടൻ ഐറ്റംസ് കാണുമ്പോൾ ഒരു മനസ്സുകൊള്ളും. നമ്മളതാ പൂള, നമ്മളെ കപ്പ പുഴുക്ക് ഇതാണ് നമ്മുടെ പൂളക്കറി എന്നാണ് പറയാ. ചിലത് കപ്പ. അതിലേക്ക് ആ മുളക് ചേർത്ത് എങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം. കുറച്ച് പുറത്തേക്ക് പോയി പോട്ടെ. ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നോക്കിയതാ. എന്നിട്ട് മെല്ലതാ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി അങ്ങോട്ട് കുഴച്ചതാ, മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് എടുത്തോണ്ട് കഴിക്കുക. ഒരു ബീഫും പൊറാട്ടയും ഒന്നും അടുത്തേക്ക് നിൽക്കൂല മക്കളെ. ആ ഒരു സാധനം തന്നെ കേട്ടത്. വേറെ ലെവല് സാധനമാണത്. ഞാൻ മത്തിയും കൂടി ഒന്ന് നോക്കട്ടെ. ചെറിയ മത്തി കേട്ടോ, സീസണിൽ കിട്ടും പോലെയല്ല ഉണ്ടാവുക. ആ മത്തി ഇങ്ങനെ പൊട്ടിച്ചത് അങ്ങോട്ട് വെച്ച്, കുറച്ച് കറി കുറവുണ്ട്. അത് തക്കാളിയും കറിയും എല്ലാം കൂടി കുറച്ചും കൂടി എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഇതാ നേരത്തെ കുഴച്ച പോലെ അങ്ങോട്ട് കുഴയ്ക്കുക, എടുത്ത് അങ്ങോട്ട് വെക്കതാ. നല്ല ഫ്രഷ് മത്തി ഇട്ടോ. അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി കഴിച്ച് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും എന്തായാലും. അപ്പോൾ എന്തായാലും ആ കറിയാണ് എനിക്ക് നല്ലൊരു കറി കേട്ടോ. ഇവിടെ പൊറോട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിങ്ങനത്തെ ഒക്കെ സജസ്റ്റ് ചെയ്യുള്ളൂ. ചെറിയ ചെറിയ സാധനങ്ങൾ, ദോശ പുട്ട് അങ്ങനത്തെ ഒക്കെ കണ്ട്. അപ്പോൾ എന്തായാലും വല്ല ഞാനങ്ങോട്ട് ഫിനിഷ് ചെയ്യട്ടെ. ബാക്കിയുള്ള ഐറ്റംസ് കഴിക്കാൻ നമ്മൾ ഒരു വരവും കൂടി ഇവിടെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് സ്പോട്ട് വരുന്ന വേറെ എവിടെയല്ല, നമ്മളെ കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ 82 പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് ചേളന്നൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിന് കുറച്ചിങ്ങോട്ട് വന്നാൽ പുതിയടത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ഒരു ഗ്രാമാന്തരീക്ഷമാണ്. അപ്പുറത്തും ഇപ്പുറത്തും വയലുകളൊക്കെ ആയിട്ട് ഒരു ചെറിയ ചായപ്പീടിയാണ്. അപ്പോൾ അവിടെ കയറി നമുക്ക് രാവിലെയൊക്കെ വന്ന അങ്ങനത്തെ ഐറ്റം, ചോറൊന്നുമില്ല ടൂണൊന്നുമില്ല, ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രണ്ടാമതൊരു ദിവസം കൂടി വന്നിട്ടുണ്ട്. രണ്ടാമതല്ല, നാലാമത്തെ തവണയാണ്. പക്ഷെ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ കേട്ടോ. നമ്മൾ അന്ന് കുടിക്കാത്ത കഞ്ഞി ഒന്ന് കുടിച്ചു നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി വന്നാ കേട്ടോ. ഓക്കെ, നോക്കിയാലോ. അപ്പോൾ അകത്ത് കയറി ആളൊക്കെ ആയി തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ 8 മണിക്ക് ആയിട്ടേ ഉള്ളൂ, 8-8 ആയിട്ടേ ഉള്ളൂ. സാധനമൊക്കെ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അന്ന് കുടിക്കാത്ത കഞ്ഞി കഴിക്കാനുള്ള പറഞ്ഞത്. അപ്പോൾ അതിൽ വെച്ച പായത്തിന് അതായിട്ടുണ്ട്. എന്നാ പിന്നെ അതന്നെ എടുത്തോളി എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ ആവി പറക്കുന്ന നെല്ലത്തരി കഞ്ഞി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആ കപ്പ പൂളക്കറി വന്നിട്ടുണ്ട്. ഒരു മത്തി പൊരിച്ചും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. പിന്നെ ഒരു മത്തി പൊരിച്ചതിൻ്റെ കൂടെ കുറച്ച് ചാറ് തരും, മത്തി ചാറ് കൂടി അങ്ങോട്ട് തരും. ഒന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ നമുക്ക് കഞ്ഞിയിൽ ഉപ്പൊക്കെ ഇട്ട്, ഉപ്പൊന്നും അവരും ഇടുമല്ലോ കേട്ടോ, ആദ്യം ഇടുമല്ലോ. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ എടുത്ത് ചേർക്കുക, എന്നിട്ട് ഇളക്കി അങ്ങോട്ട് കഴിക്കുക. പുറത്തൊരു മഴയും കൂടി എൻ്റെ അടിപൊളിയാണ് വരുന്നു കേട്ടോ. എന്തോ ഒന്ന് മഴ ഒന്നും കാണുന്നില്ല. നല്ല ഉപ്പ്, നല്ല കട്ടിയില്ല കഞ്ഞിയൊക്കെ, നല്ല ചൂടുണ്ട് കേട്ടോ. അവി വറക്കുന്നുണ്ടല്ലേ. ഇളക്കി ഇളക്കി ഉപ്പൊക്കെ സെറ്റായിട്ട് ഇതെടുത്ത് അങ്ങോട്ട് കഴിച്ചു നോക്കട്ടെ. ആ ഒരു സുഖം തന്നെയാട്ടോ. രാവിലെ തന്നെ ഒരു കഞ്ഞി, അതിൻ്റെ കൂടെ കുറച്ച് പൂള, നമ്മളിവിടെ കപ്പ പൂളക്കറി കേട്ടോ. ആ പൂളക്കറീൻ്റെ മുകളിൽ ഇതാ മത്തിച്ചാറ് എങ്ങനെ അങ്ങോട്ട് ഇളക്കിയിട്ട്, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ തന്നെ അതേപോലെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുക അല്ലേ. കാണുമ്പോൾ ഒരു രസമല്ലേ. അത്യാവശ്യം എരിവുമാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു സെറ്റ്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ആ കറിവേപ്പിലൊക്കെ വേണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കിയിരുതാ, ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക. വേണേ മക്കളെ വന്ന് കഴിച്ചോളി. ആ മത്തി പൊരിച്ച് നോക്കട്ടെ. നല്ലൊരു എന്താ പറയുക, നല്ല എരിവുണ്ട് കേട്ടോ മത്തിക്ക്. അതും ഷാലോ ഫ്രൈ ചെയ്താൽ ഡീപ് ഫ്രൈ ചെയ്ത് കൊളാക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഒരു ഇത്തിരി കഞ്ഞി. ഇതാണ് അതിൻ്റെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ. അടിപൊളി കണ്ടല്ലേ. അത് കാണാൻ തന്നെ എന്താ രസമല്ലേ. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള നാടൻ സ്പോട്ടുകൾ നമ്മൾ ഇനിയും കണ്ടുപിടിച്ച് വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടേ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എങ്ങനെയും മെസ്സേജിലോ എങ്ങനെയാണെന്ന് അറിയിച്ചാൽ നമുക്കൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. നല്ല കഞ്ഞിയൊക്കെ ആക്കിയാട്ടെ. നല്ലൊരു മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാനതും എല്ലാം അങ്ങോട്ട് ഫിനിഷ് ചെയ്യട്ടെ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മോശം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല.
ഞാൻ മത്തി കണ്ട മത്തി പഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ട്രോളിംഗ് ഒക്കെ തുടങ്ങാൻ പോകണം. ഇനി നല്ല മത്തിപ്പഞ്ഞ് കിട്ടുമ്പോൾ എന്നൊരു സമയമാണ് ഇതാ. ഇതിപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ കിട്ടും. അതും കൂടി കൂട്ടി ഇതങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ആ ഒരു മുളകിൻ്റെ മസാലയും കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ, അടിപൊളി. എന്തായാലും ഈ സ്പോട്ട് ഇപ്പോൾ തുടങ്ങി 2 മാസമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ദോശ, പുട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസിന് പൊറോട്ട ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനത്തെ ഇതേപോലത്തെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ കഴിച്ച് അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ബൈ പറയുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളി. ഞാനും എല്ലാം അങ്ങോട്ട് തീർക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ 2 ദിവസമായിട്ട് എടുത്ത വീഡിയോ കേട്ടോ. അതാണ് ഇങ്ങനെ പല കോലത്തിലൊക്കെ കാണുന്നത്. കണ്ടല്ലേ സ്പോട്ട് അല്ലേ, ചെറിയൊരു ഒരു ഗ്രാമത്തിലുള്ള അന്തരീക്ഷം. നമ്മളെ നാട്ടിൽ തന്നെ, വീടിൻ്റെ അടുത്ത് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളെ ബാലുശ്ശേരിയിൽ നിന്ന് വരുന്ന 82 ജംഗ്ഷൻ നിന്ന് വരുന്ന റോഡ്. നേരെ പുതിയർത്താൻ ജംഗ്ഷൻ ആട്ടോ. ഇത് കുറച്ച് ദൂരമേ ഉള്ളൂ മെയിൻ റോഡും വന്ന്. അവിടെ കാണുന്ന ചെറിയൊരു ഓട്ടം. ഓക്കെ, ബൈ.